സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകത്ത് എല്ലാത്തിനും മാറ്റം സംഭവിക്കുമെന്നും എന്നാൽ മാറാത്തത് മാധ്യമപ്രവർത്തകർ മാത്രമാണെന്നും മുൻ മന്ത്രി ഇ പി ജയരാജൻ MLA. ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും ഇ പി ജയരാജൻ. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിലെയും യൂത്ത് ലീഗിലെയും ഗ്രൂപ്പിസം തുറന്ന പോരിലേക്ക്. യൂത്ത് ലീഗ് മുനിസിപ്പൽ കൌൺസിൽ അംഗമടക്കം 2 പേർക്ക് മർദ്ദനം. മർദ്ദിച്ചത് യൂത്ത് ലീഗ് ട്രഷററുടെ നേതൃത്വത്തിൽ നിന്ന് പരിക്കേറ്റവർ. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രായം തെളിയിക്കുന്ന രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മറുവിഭാഗവും. ജില്ലയിലെ കൊലപാതക അക്രമ പരമ്പര. തിങ്കളാഴ്ച കലക്ട്രേറ്റിൽ സമാധാന യോഗം. യോഗം നടക്കുക കലക്ടർ മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചിനി കണ്ണൂർ DCC പ്രസിഡന്റാകുമെന്ന് സൂചന. ഹൈക്കമാൻഡ് പ്രഖ്യാപനം നവംബർ ആദ്യവാരം. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നതെന്നും ഇത് ശരിയല്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കണമെന്നും AK ശശീന്ദ്രൻ. വാർത്തകൾ വിശദമായി. ലോകത്തെ എല്ലാറ്റിനും മാറ്റം സംഭവിക്കുമെന്നും മാറാത്തത് പത്രപ്രവർത്തകർ മാത്രമാണെന്നും മുൻ മന്ത്രിയും MLAയുമായ ഇ പി ജയരാജൻ. കല്ലേശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷൻ 2020 പദ്ധതിയുടെ ഭാഗമായി സഹപാഠിക്കൂട്ടം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കായിക വിനോദത്തിൽ സജീവമായി നല്ല പ്ലേയേഴ്സായി അങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ് സ്വാതന്ത്ര്യ പോരാളിയായിട്ടുള്ള അറാക്കൽ KPR കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ കായിക മത്സരങ്ങളിൽ പ്രകാശനം. അങ്ങനെ എല്ലാം ഒരു പശ്ചാത്തലമില്ല. കായിക രംഗത്ത് മാത്രമല്ല കലാരംഗത്ത് ഒട്ടനവധി പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതാണ്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കല്യാശ്ശേരി കായിക രംഗത്ത്, കലാരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ വികസനത്തിൽ എല്ലാം വളരെ വളരെ ഉന്നതമായ നിലവാരം തുടർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ശുദ്ധാത്മാക്കളായ ജനങ്ങളുടെ ഒരു നാടാണ്. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ 2020 എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ MP, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ഓമന, PP ഷാജുർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സമഗ്ര വികസന വിദ്യാഭ്യാസ പദ്ധതിയുടെ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിലെ ഗ്രൂപ്പിസം തുറന്ന പോരിലേക്ക്. യൂത്ത് ലീഗ് മുനിസിപ്പൽ കൌൺസിൽ അംഗമടക്കം 2 പേരെ യൂത്ത് ലീഗ് ട്രഷറുടെ നേതൃത്വത്തിൽ മർദ്ദിച്ച സംഭവത്തോടെ തളിപ്പറമ്പിലെ യൂത്ത് ലീഗ് ഗ്രൂപ്പിസം മൂർച്ഛിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിലെ ഗ്രൂപ്പിസം കാലങ്ങളായുണ്ട്. പിന്നീട് ഇത് യൂത്ത് ലീഗിലേക്കും വ്യാപിച്ചു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് ഭാരവാഹി ഉൾപ്പെടെ 2 പേർക്ക് മർദ്ദനമേറ്റത്. യൂത്ത് ലീഗ് സേതുനഗർ ശാഖാ ജനറൽ സെക്രട്ടറി K അമീൻ, യൂത്ത് ലീഗ് പ്രവർത്തകനും അമീന്റെ സഹോദരനുമായ മുസ്തഫ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. യൂത്ത് ലീഗ് മുനിസിപ്പൽ ട്രഷറർ ബപ്പു അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് ഇവരെ ആക്രമിച്ചത്രേ. സംഭവത്തെക്കുറിച്ച് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. പ്രവർത്തകർ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയും വിജനമായ പബ്ബിൻ്റെ അടുത്ത് വെച്ച് എൻ്റെ അച്ഛനെ ക്രൂരമായി മർദ്ദിക്കുകയും നീയാണ് നമ്മുടെ പ്രസിഡൻറ്റിനെ, ജില്ലാ പ്രസിഡൻറ്റിൻ്റെ വാട്സപ്പിലെ സർട്ടിഫിക്കറ്റും വയസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇതും ഈ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അങ്ങനെ ക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും എന്നെയും മർദ്ദിക്കുകയും ചെയ്തു. തടയാൻ ചെന്ന് എന്നെ മർദ്ദിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പപ്പ അഷ്റഫിൻ്റെ നേതൃത്വത്തിലാണ്. നിലവിൽ മുനിസിപ്പൽ യൂത്ത് ലീഗ് ട്രസ്റ്റാണ്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കപ്പാലത്തിനടുത്തില്ല. അവരാണ് ക്രൂരമായി മർദ്ദിച്ചത്. തലക്കടിക്കുകയും ചെയ്തിട്ടുണ്ട്. പേര് അതിൻ്റെ കല്യാണം മന്നക്ക് കല്യാണത്തിന്
നമ്മളെ വീട്ടിൽ അളാമ്മൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ അവിടുന്ന് അവർ പിടിച്ച് കയറ്റിക്കൊണ്ട് പോയി. 2 പേർ വന്നിട്ട് പിന്നെ ഷബീറും നാസറും കൂടി പിടിച്ച് കയറ്റിക്കൊണ്ട് പോയി. അതിനെ കൊണ്ടുപോയ സമയത്ത് അതിനോടൊരു ഫോം കൊണ്ട് അപ്പോൾ ഫോം പിടിച്ച് വാങ്ങി നീ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്ന വയസ്സിൻ്റെ ഇതെന്നും പറഞ്ഞിട്ട് ആ നമ്പറിനാകുന്നില്ല. രാവിലെ വന്നിട്ട് ഒരു തുടങ്ങി അടി അപ്പുറത്തേക്കൊന്ന് ഇപ്പുറത്ത് വരുമ്പോൾ പപ്പാസ് കുട്ടിയും വന്നിട്ട് പടിയെടുത്ത് വരുന്നു അടിക്കുന്നു. ആ സമയത്ത് വണ്ടി കഷ്ടം വന്ന് മോനും തല്ലി. അതിന് ഫോൺ ചോദിച്ചു, ഫോൺ തരുന്നില്ല, ഫോൺ തട്ടി പോയി. ഇവർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മൂസാൻകുട്ടി നടുവിൽ, സമദ് കടമ്പേരി, അള്ളാങ്കുളം മുഹമ്മൂദ്, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ തുടങ്ങിയവർ സന്ദർശിച്ചു. അതേസമയം മറ്റൊരു ആരോപണവും ഇവർ ഉന്നയിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PK സുബേർ പ്രായം കുറച്ചു കാണിക്കാനായി രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഇദ്ദേഹത്തിന്റെ SLC സർട്ടിഫിക്കറ്റിൽ പ്രായം 42 ആയെന്നും 40 വയസ്സുവരെ മാത്രമേ മെമ്പർഷിപ്പ് നൽകാൻ വകുപ്പുള്ളൂ എന്നും ഇവർ പറയുന്നു. രേഖകളിൽ കൃത്രിമം കാട്ടിയതിനെതിരെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് ഒരു വിഭാഗം പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഐകകണ്ഠേനയാണ് PK സുബേറിനെ തെരഞ്ഞെടുത്തതെന്നും പ്രത്യേക ലക്ഷ്യം വെച്ച് PK സുബേറിനെ ഒഴിവാക്കാൻ ചിലർ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്നും സുബേറിനെ അനുകൂലിക്കുന്ന വിഭാഗവും പറയുന്നു. പാർട്ടിയിലെ ഇരു ഗ്രൂപ്പുകളിലെ പ്രവർത്തകരും സംഭവം ഏറ്റെടുത്തതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ ഇക്കാര്യത്തിൽ ഉടൻ ഇടപെടാനാണ് സാധ്യത. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി DCC പ്രസിഡന്റാകുമെന്ന് സൂചന. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു. കണ്ണൂരിൽ പ്രസിഡന്റ് സ്ഥാനത്ത് സതീശൻ പാച്ചേനിയുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ജില്ലയിൽ ഒരു പേര് മാത്രം നിർദ്ദേശിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ചില ജില്ലകളിൽ ഒന്നിലധികം പേരുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സതീശൻ പാച്ചേനിയുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത്. KPCC പ്രസിഡന്റ് VN സുധീരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ സതീശൻ പാച്ചേനിയുടെ കാര്യത്തിൽ ധാരണയിലെത്തിയതായാണ് സൂചന. കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച സതീശൻ പാച്ചേനി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിട്ടാണ് പരാജയപ്പെട്ടത്. മുമ്പ് A ഗ്രൂപ്പ് ആയിരുന്ന സതീശൻ പാച്ചേനി ഇപ്പോൾ I ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് തന്നെ K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ സതീശൻ പാച്ചേനി DCC പ്രസിഡന്റ് ആകുന്നതിനോട് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് നവംബർ 2-ന് കേരളത്തിലെത്തും. തുടർന്ന് DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ സംസ്ഥാന നേതാക്കളുമായി ആലോചിച്ച് അന്തിമ ധാരണയിലെത്തും. നവംബർ ആദ്യവാരം DCC പ്രസിഡന്റുമാരുടെ പേരുകൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. ഒരിക്കൽ കൂടി സമാധാന യോഗം. ജില്ലയിലെ കൊലപാതകങ്ങളും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ തിങ്കളാഴ്ച കലക്ടറേറ്റിൽ ഒരു സമാധാന യോഗം കൂടി നടക്കും. കണ്ണൂരിൽ അടുത്തിടെ ഉണ്ടായ കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളുമാണ് വീണ്ടും ഒരു സമാധാന യോഗത്തിന് കളമൊരുക്കിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് കലക്ടറേറ്റിൽ സമാധാന യോഗം ചേരുക. കലക്ടർ മീർ മുഹമ്മദ് അലിയാണ് യോഗം വിളിച്ചത്. ആദ്യം ജില്ലാ തലത്തിലും പിന്നെ സംസ്ഥാന തലത്തിലും സമാധാന യോഗം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കലക്ടർ തിങ്കളാഴ്ച സമാധാന യോഗം വിളിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും 2 വീതം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിൽ അടുത്ത കാലത്തുണ്ടായ കൊലപാതകങ്ങൾ സംസ്ഥാനത്തെയാകെ നടുക്കിയിരുന്നു. കൊലപാതകവും അക്രമവും എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനായാണ് കണ്ണൂർ കലക്ടറേറ്റിൽ ഒരു സമാധാന യോഗം കൂടി നടക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. പറശ്ശിനിക്കടവിൽ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ അനാശാസ്യം. DYFI പ്രവർത്തകർ ടൂറിസ്റ്റ് ഹോം അടിച്ചു തകർത്തു. തീരം ടൂറിസ്റ്റ് ഹോമിന് നേരെയാണ് അക്രമം നടന്നത്. വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. പറശ്ശിനിക്കടവിലെ തീരം ടൂറിസ്റ്റ് ഹോമിലാണ് അനാശാസ്യം നടന്നത്. വിവരമറിഞ്ഞ DYFI പ്രവർത്തകർ സ്ഥലത്തെത്തുകയായിരുന്നു. ഈ സമയം ഇവിടെ 2 സ്ത്രീകളും 4 പുരുഷന്മാരും ഉണ്ടായിരുന്നു. DYFI പ്രവർത്തകരെ കണ്ടതോടെ ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് ടൂറിസ്റ്റ് ഹോം പ്രവർത്തകർ അടിച്ചു തകർത്തു. ജനൽ ചില്ലുകളടക്കം തകർന്നു. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ഇനിയും ശക്തമായ നടപടിയെടുക്കുമെന്ന് DYFI പ്രവർത്തകർ പറഞ്ഞു. സീൽ ന്യൂസ്, ധർമ്മശാല. പട്ടികജാതി ക്ഷേമ സമിതി തളിപ്പറമ്പ് ഏരിയ സമ്മേളനം കുറ്റിക്കോൽ സൗത്ത് LP സ്കൂളിൽ നടന്നു. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. കാരണം ദീർഘകാലം ഇങ്ങനൊരു സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ നമുക്കിടയിൽ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കേണ്ടതുണ്ടോ? തൊഴിലാളി വർഗ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനം
ആ തൊഴിലാളി വർഗത്തിനിടയിൽ വ്യത്യസ്ത വിഭാഗം എന്ന നിലയിൽ സംഘടിക്കുന്നത് ഉചിതമോ അല്ല അനുചിതമോ? ജില്ലാ പ്രസിഡന്റ് ടി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. പി മുകുന്ദൻ, ടി ബാലകൃഷ്ണൻ, കെ രഞ്ജിത്ത്, എ പി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വളപട്ടണം പാലത്തിലെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. രണ്ടാം ഘട്ട നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം ഒക്ടോബർ 30-നകം പാലം വഴി ഗതാഗതം ആരംഭിക്കും. വളപട്ടണം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. ഒക്ടോബർ 30-നകം കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് അധികൃതരുടെ നീക്കം. 4,35,00,000 രൂപ ചെലവിൽ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. ഇതിനുശേഷം പാലത്തിലെ അടച്ചുഭാഗത്തിലൂടെ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള പ്രവൃത്തി നടക്കും. സീൽ ന്യൂസ്, ധർമ്മശാല. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് മാത്രമാണ് സംസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നതെന്നും ഇത് ശരിയല്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ താണയിൽ നാഷണലിസ്റ്റ് സ്റ്റുഡന്റ് കോൺഗ്രസ് ജില്ലാ നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മളുടെ പ്രവർത്തന മേഖല ചുരുങ്ങി SSLC വരെ പഠിക്കുന്ന കുട്ടികളുടെ മേഖലയിൽ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾക്കൊള്ളുന്ന കലാശാലകളിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ വിദ്യാലയ വർഷത്തിലും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ എത്ര ചുരുങ്ങി? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുള്ള നമ്മുടെ ഈ കേരളത്തിൽ 6,000-ഓ 7,000-ഓ വരുന്ന അല്ലെങ്കിൽ 12,000-ഓളം വരുന്ന പ്രൊഫഷണൽ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം മാത്രമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ചുരുങ്ങിപ്പോയി. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നത്. ഇത് ശരിയല്ല. ജില്ലാ പ്രസിഡന്റ് അഖിൽ പൊന്നാടത്ത് അധ്യക്ഷത വഹിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണൻ, പി ശിവദാസ്, ഹമീദ് ഇർനാവ്, KV രജീഷ് എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ സമ്മേളനം പാപ്പനശ്ശേരി ആരോൺ UP സ്കൂളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റേഷൻ കിട്ടാക്കനിയായി മാറുന്ന കാലമായിരിക്കുകയാണ്. നാട്ടിലിപ്പോ നിങ്ങൾ ഉൾപ്പെടെ കരുതിയിട്ടുണ്ടാകുക എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോ റേഷൻ ഇതാ ആണോ? സത്യം എന്താ? UDF ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിലാണ് 2013-ൽ കേന്ദ്ര സർക്കാർ, അന്ന് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭക്ഷ്യഭദ്രതാ നിയമം കൊണ്ടുവന്നത്. ആ നിയമമാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം കേരളത്തിൽ തകർത്തത്. കേരളത്തിലെ റേഷൻ സംവിധാനത്തെ തകർത്ത അന്തകൻ കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാർ, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോട്ടൂർ ഉത്തമൻ, PP ചിത്രരഞ്ജൻ, P സന്തോഷ്, KP രാജൻ, PK സത്യൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. ജീവിത പ്രതിസന്ധിയിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത പ്രവർത്തന മേഖലയിൽ ജീവിതം കരുപിടിപ്പിച്ച വീട്ടമ്മയാണ് കണ്ണൂർ ചാലോട് സ്വദേശി ഷീബ രമേശൻ. ഇറച്ചിക്കോഴി വളർത്തലിൽ ഇന്ന് അറിയപ്പെടുന്ന മേൽവിലാസം ഉണ്ടായിരിക്കുകയാണ് ഇവർ. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് ഭർത്താവ് രമേശൻ വന്നപ്പോൾ വീട്ടമ്മയായ ഷീബയ്ക്ക് തുണയായത് കണ്ണൂർ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ഇറച്ചിക്കോഴി വളർത്തൽ പരിശീലനമായിരുന്നു. വഴങ്ങുമോ എന്ന തുടക്കത്തിൽ പേടിയുണ്ടായിരുന്നു. ചാലോട് ഇരിക്കൂർ റോഡിൽ 2 ഏക്കറിലാണ് ഷീബ രമേശിന്റെ കോഴി വളർത്തൽ യൂണിറ്റ്. തുടക്കത്തിൽ പൊതുജനങ്ങളുടെ എതിർപ്പ്, രോഗം ബാധിച്ച കോഴികളുടെ അനിയന്ത്രിത മരണം, വിപണനത്തിലെ ബുദ്ധിമുട്ട് തുടങ്ങിയ വെല്ലുവിളികളെ ഇവർ മനസ്സു പതറാതെ നേരിട്ടു. രാവിലെ കുട്ടികളുടെ സ്കൂളിൽ പോയതിനു ശേഷം വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തൊഴിൽ നോക്കാനുള്ള സ്വയമായിട്ടുള്ള ഞാനും ഭർത്താവും കൂടി അത് ഒരു കോഴി വളർത്തലിൻ്റെ തുടങ്ങാമെന്ന് വെച്ചു. ഷെഡെല്ലാക്കി കണ്ണൂരിൽ നിന്നും മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന്
ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ 4 വർഷമായിട്ട് നമ്മളിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നല്ല നല്ല സംതൃപ്തിയുണ്ട്. നല്ല കുഴപ്പമില്ലാതെ രീതിയിൽ അങ്ങനെ പോകുന്നു. ഫാമിലെ മുഴുവൻ ജോലികളും ഷീബയും ഭർത്താവ് രമേശിനുമാണ് ചെയ്യുന്നത്. കോഴിക്കാഷ്ടം ഉപയോഗിച്ച് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള യൂണിറ്റിൽ 1000-ലധികം ഇറച്ചിക്കോഴികളെയാണ് വളർത്തുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പിന്തുണയും ഷീബയ്ക്ക് പ്രോത്സാഹനമാകുന്നു. കോഴികളെ 40 ദിവസം പ്രായമാകുമ്പോൾ വിൽക്കാൻ കഴിയുന്നതിനാൽ നഷ്ടമില്ലെന്നും ഷീബ ആത്മവിശ്വാസത്തോടെ പറയുന്നു. സീൽ ന്യൂസ്, ധർമ്മശാല. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കോട് അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇവർ നാടിനു വേണ്ടി സമർപ്പിച്ചത്. ആലക്കോട് സ്വദേശി ആലി മുഹമ്മദും കുടുംബവും പ്ലാസ്റ്റിക് കൂരയിൽ അന്തിയുറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭാര്യയും 4 മക്കളും ജന്മനാ അംഗവൈകല്യവുമായി ജനിച്ച പേരക്കുട്ടിയും അടങ്ങുന്ന കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് എന്നത് സ്വപ്നം മാത്രമായിരുന്നു. ദൈന്യത നേരിൽ കണ്ട അലിവ് പ്രവർത്തകർ ഇവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങി. നാട്ടിലെ പലരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ തയ്യാറായി. വീട് നിർമ്മിക്കുന്നതിനായി 5 സെന്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയതോടെ നിർമ്മാണം ആരംഭിക്കാൻ അധിക നാൾ വേണ്ടിവന്നില്ല. പ്രവാസി സുഹൃത്തുക്കളും നാട്ടുകാരും ഒരേ മനസ്സോടെ ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. 8 ലക്ഷം രൂപ ചെലവിലാണ് 3 ബെഡ്റൂമും അടുക്കളയും സിറ്റൗട്ടുമൊക്കെയുള്ള സുന്ദര ഭവനം ഒരുക്കിയത്. വീട് ലഭിച്ചതോടെ ഏറെ സന്തോഷത്തിലാണ് ആലി മുഹമ്മദിന്റെ കുടുംബം. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു വീട് എനിക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. കുറേ കൊല്ലമായി, ഇത്രയും 58 വയസ്സോളായി. ഇത്ര വരെ എനിക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണി എടുക്കുന്നതാണ്. അപ്പം സുഖമില്ലാതെ, കാലിനും നടുവിനൊന്നും സുഖമില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് ഈ വീട് കിട്ടിയത് വളരെ അധികം സന്തോഷിക്കുന്നു. ഉദാരമതികളുടെ സഹായത്തോടെ ദുരിതമനുഭവിക്കുന്ന 10ഓളം നിർധന കുടുംബങ്ങൾക്ക് വീടൊരുക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളും ഇവർ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് സൗജന്യ ജലവിതരണ പദ്ധതി നടപ്പിലാക്കിയതും നിർധന രോഗികൾക്കുള്ള ചികിത്സാ സഹായം എത്തിക്കുന്നതും ഇവരുടെ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. പേരിലുള്ള അലിവ് പോലെ നന്മ പറ്റിയിട്ടില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഇവർ നാടിനൊപ്പം മുന്നേറുകയാണ്. സീൽ ന്യൂസ്, ആലക്കോട്. പ്രതിസന്ധികളിലും പതരാതെ ഒരുമയോടെ ജീവിത സംരംഭമാക്കി മാറ്റിയ 5 വനിതകളാണ് കണ്ണൂർ കൂടാളിയിൽ. ഉന്നക്കിടക്കകളിൽ ജീവിതം കണ്ടെത്തുന്ന സ്ത്രീ സംരംഭ കൂട്ടായ്മയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാവുകയാണ്. 15 വർഷം മുൻപാണ് കൂടാളി പഞ്ചായത്തിലെ പൂവത്തൂർ കുംഭം എന്ന സ്ഥലത്ത് അനു ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. ഉടമ മരിച്ചതോടെ തൊഴിലാളികളായ 5 പേർ ഉന്നക്കിടക്ക് നിർമ്മാണ യൂണിറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. മെഷീനിൽ ഉന്നക്കിടക്ക് നിർമ്മിച്ച് വീട്ടിലെത്തിക്കുന്ന ഈ സംരംഭം കേരളത്തിൽ തന്നെ ആദ്യമാണ്. അതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാർ ഇവിടെ എത്തുന്നു. ഉന്നക്കായ മെഷീനിലിട്ട് കിടക്കത്തുണി തയ്ച്ച് ഉന്നം നിറക്കുകയാണ് ചെയ്യുന്നത്. സംരംഭത്തെക്കുറിച്ച് സുലോചന ബാബു. നല്ലൊരു കമ്പനിയാണിത്, നല്ല തൊഴിലാണ്. ഈ സീസണാകുമ്പോൾ നല്ല പണിയുണ്ടാവും. ഇത് നല്ല ഒരു കല്യാണം, വീട്ടിൽ കൂടുതൽ അങ്ങനെയുള്ളവരെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കൂ. വീട്ടിൽ പോയി പഴയ കടക്കി എടുത്തുകൊണ്ട് വന്ന് മെഷീനിൽ കടഞ്ഞിട്ട് പുതുക്കി നിർമ്മിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു കൊടുക്കൂ. പിന്നെ കല്യാണം, വീട്ടിൽ കൂടുതൽ അങ്ങനെയുള്ളവരിൽ ഓർഡർ തന്നാൽ നമ്മൾ ആ സമയത്ത് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കൂ. പിന്നെ നമ്മൾ രാവിലെ 9 മണിക്ക് കമ്പനിയിലെത്തിയാൽ വൈകുന്നേരം 5 മണി വരെ പണി മതിയാക്കി എല്ലാവരും ഒത്തിട്ട് കമ്പനി പൂട്ടിയിട്ട് പോകും. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പ്രീത, ശ്രീമതി, നിജ്ന എന്നീ സ്ത്രീകളും ഈ വനിതാ സംരംഭത്തിൽ പങ്കാളികളാണ്. ഉന്നക്കിടക്ക് നിർമ്മാണത്തിലൂടെ ജീവിത വരുമാനം നേടുകയാണ് കണ്ണൂരിലെ ഈ വനിതാ കൂട്ടായ്മ. സീൽ ന്യൂസ്, ധർമ്മശാല. ലൂപ്പ് നാറ്റ്ഷ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഏബൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് സർവീസ് തുടങ്ങി. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം പദ്ധതികൾ മാതൃകാപരമാണെന്ന് PK ശ്രീമതി MP പറഞ്ഞു. വളരെ തൽപരരായ ഷാഹിൻ ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ശ്രദ്ധയിലും ഞാൻ MP ആയി വന്നതിന് ശേഷം പ്രത്യേകം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം കുറെ കൂടി ഒരു പടി ഉയർന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഒരു തീരുമാനവും നടപടിയുമാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെയും അതുപോലെ ഏഞ്ചൽസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ തുടങ്ങുന്ന ആംബുലൻസ് സർവീസ്. പ്രസിഡന്റ് P ഷാഹിൻ അധ്യക്ഷത വഹിച്ചു. മേയർ EP ലത മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, റെയിൽവേ ഡിവിഷണൽ മാനേജർ നരേഷ് ലാൽവാനി, സ്റ്റേഷൻ മാനേജർ MK ശൈലേന്ദ്രൻ, സുൽഫിക്കർ അലി എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.
പാതയോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സ്വാശ്രയ സംഘം പ്രവർത്തകർ മാതൃകയായി. ബാലപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവചേതന സ്വാശ്രയ സംഘം പ്രവർത്തകരാണ് മാലിന്യത്താൽ വീർപ്പുമുട്ടുന്ന ഒടുവള്ളി വളവ് ശുചീകരിച്ചത്. ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായതാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡെങ്കിലും ഒടുവള്ളി വളവിലെത്തിയാൽ അറിയാതെ മൂക്ക് പൊത്തിപ്പോകും. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾ ഈ പ്രദേശത്തെ ദുർഗന്ധപൂരിതമാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പലതവണ പഞ്ചായത്ത് അധികൃതർ ഇവിടെ ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിലും മാലിന്യ നിക്ഷേപത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. ഇറച്ചിക്കടകളിലെയും കോഴി ഫാമുകളിലെയും എന്നുവേണ്ട കല്യാണ വീടുകളിൽ നിന്ന് വരെയുള്ള മാലിന്യങ്ങൾ വഴിയോരത്ത് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഹാജി വളവ് മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിൽ കാട് പിടിച്ചു കിടക്കുന്നതാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കാൻ കാരണമാകുന്നത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കാതെ അധികൃതർ ബുദ്ധിമുട്ടിയതോടെയാണ് 20ഓളം വരുന്ന സ്വാശ്രയ സംഘം പ്രവർത്തകർ ശുചീകരണവുമായി രംഗത്തെത്തിയത്. 1 കിലോമീറ്ററിലധികം വരുന്ന പാതയോരത്തെ കാട് വെട്ടിത്തെളിച്ചും മാലിന്യങ്ങൾ ശേഖരിച്ചുമാണ് ഓരോരുത്തരും ശുചീകരണത്തിൽ പങ്കാളികളായത്. വാർഡ് മെമ്പർ സജി ഓതറ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാരികൾ വരുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഈ ഉടുവള്ളിത്തട്ട്. ആ ഉടുവള്ളിത്തട്ടിൽ ഇടക്കാലം കൊണ്ട് വീണ്ടും മാലിന്യ നിക്ഷേപം വ്യാപകമായതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മാത്രമേ ഇവിടുത്തെ മാലിന്യ നിക്ഷേപം തടയുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വേണ്ട ശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ശുചീകരണത്തിന് ശേഷം യാത്രക്കാർക്ക് സ്വാഗതമോതുന്ന ബോർഡുകളും സ്ഥാപിച്ചാണ് ഇവർ മടങ്ങിയത്. സംഘം പ്രസിഡന്റ് തോമസ് നടക്കൽ, സെക്രട്ടറി സുരേഷ് ഇഞ്ചിക്കാലായിൽ, സണ്ണി മനാടിയൽ, ഷാന്റി നടക്കൽ, സോമൻ മാഞ്ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, ആലക്കോട്. MSM ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം കണ്ണൂരിൽ നടന്നു. ചേംബർ ഹാളിൽ MSM സെക്രട്ടേറിയറ്റ് അംഗം ഷംസുദ്ദീൻ പാലക്കോട് ഉദ്ഘാടനം ചെയ്തു. MSM പ്രസിഡന്റ് യാസർ ബാണവത്ത് അധ്യക്ഷത വഹിച്ചു. TC ഷക്കീർ ഫാറൂഖി, ഷഫീഖ് മമ്പറം എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കരിക്കൻകുളം ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ കട്ടിലവെപ്പ് കർമ്മം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. ഞായറാഴ്ച രാവിലെ 7:30-നും 8-നും ഇടയ്ക്കാണ് കരിക്കൻകുളം ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ കട്ടിലവെപ്പ് കർമ്മം നടന്നത്. ദാമോദരൻ മേസ്ത്രി, അഞ്ചിക്കൽ കുഞ്ഞിരാമൻ ആചാരി, D രമേശ് കാർക്കള എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. നിരവധി ഭക്തജനങ്ങളാണ് മുത്തപ്പൻ മടപ്പുരയിൽ എത്തിച്ചേർന്നത്. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്ത് എല്ലാത്തിനും മാറ്റം സംഭവിക്കുമെന്നും എന്നാൽ മാറാത്തത് മാധ്യമപ്രവർത്തകർ മാത്രമാണെന്നും മുൻ മന്ത്രി EP ജയരാജൻ MLA. ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും EP ജയരാജൻ. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിലെയും യൂത്ത് ലീഗിലെയും ഗ്രൂപ്പിസം തുറന്ന പോരിലേക്ക്. യൂത്ത് ലീഗ് മുനിസിപ്പൽ കൗൺസിൽ അംഗമടക്കം 2 പേർക്ക് മർദ്ദനം. മർദ്ദിച്ചത് യൂത്ത് ലീഗ് ട്രഷററുടെ നേതൃത്വത്തിൽ നിന്ന് പരിക്കേറ്റവർ. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രായം തെളിയിക്കുന്ന രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മറുവിഭാഗവും. ജില്ലയിലെ കൊലപാതക അക്രമ പരമ്പര. തിങ്കളാഴ്ച കലക്ട്രേറ്റിൽ സമാധാന യോഗം. യോഗം നടക്കുക കലക്ടർ മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചിനി കണ്ണൂർ DCC പ്രസിഡന്റാകുമെന്ന് സൂചന. ഹൈക്കമാൻഡ് പ്രഖ്യാപനം നവംബർ ആദ്യവാരം. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നതെന്നും ഇത് ശരിയല്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കണമെന്നും AK ശശീന്ദ്രൻ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.